സംവിധായകൻ ശ്രീകുമാർ മേനോനെതിരെ മരട് പോലീസ് കേസെടുത്തു. ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചു എന്ന ഇമെയിൽ വഴി ലഭിച്ച പരാതിയിലാണ് കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി. വിശദാംശങ്ങളുമായി ഇപ്പോൾ കീർത്തി കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. കേസിനാസ്പദമായ സംഭവം അതുപോലെ കേസെടുത്തതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കീർത്തി എന്തൊക്കെയാണ്? ശരത് സംവിധായകൻ ശ്രീകുമാർ മേനോനെതിരെയാണ് ഇന്ന് രാവിലെ മരട് പോലീസ് കേസെടുത്തിരിക്കുന്നത്. യുവനടി ഉന്നയിച്ച ആരോപണങ്ങളിലും പരാതികളിലുമാണ് ഇമെയിൽ വഴി നൽകിയ പരാതിയിലാണ് ഇന്ന് മരട് പോലീസ് കേസെടുത്തിരിക്കുന്നത്. കേസിന് ആസ്പദമായ സംഭവമെന്ന് പറയുമ്പോൾ കുറച്ച് നാളുകൾക്ക് മുൻപ് ഈ സംവിധായകനായ ശ്രീകുമാർ മേനോൻ ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. യുവനടി ജൂനിയർ ആർട്ടിസ്റ്റാണ്. ഇവരെ ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തുകയും അവിടെ വെച്ച് അപമര്യാദയായി പെരുമാറിയെന്നാണ് ഈ യുവനടി ആരോപണം ഉന്നയിച്ചത്. ഇതിപ്പോൾ ഈ പരാതി മാത്രമല്ല, കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഈ ജൂനിയർ ആർട്ടിസ്റ്റായ ഈ നടി ഈ സംവിധായകനായ ശ്രീകുമാർ മേനോനെതിരെയും ഒപ്പം തന്നെ നടൻ ബാബുരാജിനെതിരെയും ലൈംഗിക ആരോപണം ഉന്നയിച്ചിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ ഈ നടി രംഗത്തെത്തിയതാണ്. ഇതിന് പിന്നാലെയാണ് ഇമെയിൽ വഴി പരാതി നൽകിയത്. ഇപ്പോൾ ഇതിനെ തുടർന്നാണ് കേസെടുത്തിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ഇമെയിൽ വഴി പരാതി നൽകിയതിനെ തുടർന്ന് അന്വേഷണ സംഘം ഫോണിലൂടെ ഈ യുവനടിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേസ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയിരിക്കുകയാണ്. ശരത്, നിലവിൽ ഇപ്പോൾ 8 പരാതികളാണ് എറണാകുളം ജില്ലയിലുള്ളത്. ആദ്യത്തേത് ഈ 7 പരാതികൾ അത് ആലുവയിൽ താമസിക്കുന്ന നടിയുടേതാണ്. 7 പരാതികൾ. അതിൽ മുകേഷിനെതിരായ പരാതിയിൽ കഴിഞ്ഞ ദിവസം രഹസ്യമൊഴി നടി രേഖപ്പെടുത്തിയിരുന്നു. ഇനി മറ്റ് 6 പരാതികൾ കൂടിയുണ്ട്. അതിൽ 4 പ്രമുഖ നടന്മാർ, ഒപ്പം തന്നെ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ, പ്രൊഡക്ഷൻ കൺട്രോളർമാരായ 2 പേർ, ഇവരുടെ പരാതികളിലും രഹസ്യമൊഴി വരും ദിവസങ്ങളിൽ രേഖപ്പെടുത്തിയേക്കും. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ടുള്ളതാണ് ഈ സംവിധായകനായ ശ്രീകുമാർ മേനോനെതിരെയുള്ള കേസ്. എന്തായാലും ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട്. ശരത്, അതായത് കീർത്തി സൂചിപ്പിച്ചതുപോലെ ഈ പരാതിക്കാരി നേരത്തെ തന്നെ മുൻപ് തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും ശ്രീകുമാർ മേനോനെതിരെയും അതുപോലെ നടൻ ബാബുരാജിനെതിരെയും ആരോപണം ഉന്നയിച്ചിരുന്നു അല്ലേ? അതിലാണ് ഇപ്പോൾ ശ്രീകുമാർ മേനോനെതിരെ ഇമെയിലിലൂടെ പരാതി പ്രത്യേക അന്വേഷണ സംഘത്തിന് എത്തിച്ചതെന്നാണോ? അതെ ശരത്, നമുക്കറിയാം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഈ താരസംഘടനയായ അമ്മ പ്രതികരിക്കാൻ ഏറെ വൈകിയിരുന്നു. അങ്ങനെ ഏറെ വൈകിയുള്ള പ്രതികരണമായിരുന്നു അന്നത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദിഖിൻ്റേത്. അതിനുശേഷമാണ് സിദ്ദിഖിനെതിരെ ലൈംഗിക ആരോപണം വന്ന സിദ്ദിഖ് രാജിവെച്ചത്. തൊട്ട് പിന്നാലെ തന്നെ ഈ ബാബുരാജിനെതിരെയും ആ ഒരു സമയത്ത് ബാബുരാജിന്റെ ഭാഗത്തു നിന്നും പ്രതികരണം ഉണ്ടായിരുന്നു. അന്ന് ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു ബാബുരാജ് പറയുകയുണ്ടായി, അമ്മയെ കൈവിടില്ല, അമ്മ തനിച്ചാകില്ല എന്നൊക്കെയുള്ള ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്ത സെക്രട്ടറി, അവരുടെ ബൈലോ പ്രകാരം ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന ബാബുരാജിന് ജനറൽ സെക്രട്ടറി ആകുമെന്നായിരുന്നു കരുതിയിരുന്നത്. അതിനുവേണ്ടി യോഗമൊക്കെ വെച്ചതാണ്. ആ ഒരു ഘട്ടത്തിലാണ് ഈ ജൂനിയർ ആർട്ടിസ്റ്റായ ഈ യുവനടി സമൂഹ മാധ്യമങ്ങളിലൂടെ രംഗത്തെത്തിയത്. ഈ ബാബുരാജും ഒപ്പം തന്നെ ഈ സംവിധായകനായ ശ്രീകുമാർ മേനോനും തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് ഈ യുവനടി ആരോപണം ഉന്നയിച്ചത്. പിന്നാലെ തന്നെ ഈ അന്ന് പരാതിയൊന്നും നൽകിയിരുന്നില്ല. പിന്നീടാണ് ഇമെയിൽ വഴി ഈ യുവനടി പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം ടെലിഫോണിലൂടെ ഈ നടി ഇപ്പോൾ കൊച്ചിയിലില്ല, അതുകൊണ്ട് തന്നെ ടെലിഫോണിലൂടെ ഈ നടിയിൽ നിന്നും മൊഴി രേഖപ്പെടുത്തുകയും ഇന്ന് രാവിലെ മരട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത്. സർക്കാർ നേരത്തെ തന്നെ ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സർക്കാർ പറഞ്ഞിരുന്നതാണ്, ആർക്കും വേണമെങ്കിലും ഏത് വനിതാ താരങ്ങൾക്കും അവർ ഏതൊക്കെ തരത്തിലുള്ള വിവേചനം അനുഭവപ്പെട്ടിട്ടുണ്ട് അവർക്ക് ഏത് വിധേനയും പരാതി നൽകാം. ഇമെയിൽ വഴിയോ ടെലിഫോൺ വിളിച്ചോ നേരിട്ടോ പരാതി നൽകാമെന്ന് അറിയിച്ചതാണ്. ഇതിനെ തുടർന്നാണ് ഈ നടി ഇമെയിലിലൂടെ പരാതി നൽകിയത്. കേസ് എന്തായാലും ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ നടിയുടെ രഹസ്യമൊഴി എടുക്കുക തുടങ്ങിയ നടപടികളിലൊക്കെ ഇനി കടന്നേക്കും. ഇതിൽ നിന്ന് ഇപ്പോൾ കീർത്തി പറഞ്ഞതിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇപ്പോൾ ഈ സമീപകാലത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പുറത്തായിട്ട് ജൂനിയർ ആർട്ടിസ്റ്റുകളുടെയും മറ്റും ഭാഗത്തു നിന്ന് പല വെളിപ്പെടുത്തലുകളും ഉണ്ടായിട്ടുണ്ട്. അതിൽ പലതും പരാതിയായി വന്നു, അത് മൊഴിയെടുത്ത് കേസാക്കി. അതേസമയം പരാതി നൽകാതെ മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും വെളിപ്പെടുത്തൽ നടത്തിയ ആളുകളെ അന്വേഷണ സംഘം സമീപിക്കുകയും അവരോട് ഈ പറഞ്ഞ പരാതിക്കാരിയോട് ഇന്നലെ ഫോണിൽ സംസാരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അങ്ങനെയാണോ ഇവർ ഇമെയിൽ വഴി ബന്ധപ്പെട്ട മരട് പോലീസ് സ്റ്റേഷനിലേക്ക് മെയിൽ അയക്കാൻ ഒരു സാഹചര്യം ഉണ്ടായത്?
തീർച്ചയായും ശരത്, കാരണം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സർക്കാർ ഇങ്ങനെ ഒരു ഉറപ്പ് നൽകിയെങ്കിലും ആർക്കു വേണമെങ്കിലും അവർ നേരിട്ട വിവേചനം അത് പരാതിയായി നൽകാമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ആദ്യഘട്ടത്തിലൊന്നും പരാതി എത്തിയിരുന്നില്ല. പിന്നീടാണ് പല നടികളും പല വനിതാ താരങ്ങളും പ്രത്യേകിച്ച് ജൂനിയർ ആർട്ടിസ്റ്റുകൾ അവർ ആരോപണവുമായി സമൂഹ മാധ്യമങ്ങളിലൂടെയായിരുന്നു ആദ്യം രംഗത്തെത്തിയിരുന്നത്. ഈ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെയും ഒപ്പം തന്നെ മാധ്യമങ്ങളോടൊക്കെ സംസാരിച്ചായിരുന്നു. ഇപ്പോൾ ഈ ആലുവയിലുള്ള നടി ഈ 4 പ്രമുഖ നടന്മാർക്കെതിരെയൊക്കെ ആരോപണം ഉന്നയിച്ച നടിയൊക്കെയാണെങ്കിൽ ആദ്യം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു ആരോപണം ഉന്നയിച്ചിരുന്നത്. പിന്നീട് മാധ്യമങ്ങളോട് സംസാരിക്കുകയും പിന്നീട് അന്വേഷണ സംഘം സമീപിക്കുകയും പിന്നീടാണ് ഈ പരാതിയുമായി രംഗത്തെത്തിയത്. പിന്നീട് ഒരു നീണ്ട മണിക്കൂർ നേരത്തേക്കുള്ള ഒരു മൊഴിയെടുക്കലായിരുന്നു. AIG G പൂങ്കളിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ നടിയുടെ ഫ്ളാറ്റിലെത്തി മൊഴിയെടുക്കുക. രാവിലെ തുടങ്ങിയ മൊഴിയെടുപ്പ് ഏറെ വൈകിയാണ്, രാത്രിയോട് കൂടിയായിരുന്നു അവസാനിച്ചിരുന്നത്. അത്തരത്തിൽ തന്നെയാണ് ഈ ജൂനിയർ ആർട്ടിസ്റ്റും ഈ ബാബുരാജ് ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്നും ജനറൽ സെക്രട്ടറി ആകുമെന്ന ഉള്ളൊരു വേളയിൽ കൂടിയായിരുന്നു ഈ ബാബുരാജിനെതിരായ ആരോപണം. ഒപ്പം തന്നെ ഇപ്പോൾ ഈ കേസെടുത്തിരിക്കുന്ന സംവിധായകൻ ശ്രീകുമാർ മേനോനെതിരെയുള്ള ആരോപണവും ഉന്നയിച്ചിരുന്നത്. പിന്നീടാണ് ഈ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ബാബുരാജിനെയും ഇവർക്ക് തീരുമാനിക്കാൻ സാധിക്കാത്ത ഒരു സന്ദർഭം വന്നത്. ഈ സംഘടനയിൽ അന്നത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നവർ പോലും ബാബുരാജിനെയൊക്കെ മാറ്റി നിർത്തണമെന്ന അഭിപ്രായം ഉയർന്നിരുന്നു. ആ ഒരു ഘട്ടത്തിൽ തന്നെ ബാബുരാജിന്റെ പേര് മാത്രമല്ല ഈ ശ്രീകുമാർ മേനോനും തന്നെ ഫ്ളാറ്റിൽ വിളിച്ചു വരുത്തി അപമര്യാദയായി പെരുമാറി. ജൂനിയർ ആർട്ടിസ്റ്റാണ് ഈ യുവനടി. ഈ സിനിമയിലൊക്കെ അവസരം വാഗ്ദാനം ചെയ്താണ് ഇങ്ങനെ ഒരു ലൈംഗികമായി തന്നെ ഉപദ്രവിച്ചുവെന്ന ഈ യുവനടി പരാതിപ്പെട്ടത്. കേസ് എന്തായാലും ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട്. തുടർ നടപടികൾ എന്തായാലും മറ്റ് കേസുകളിലുമൊക്കെ തന്നെ നടപടികൾ വേഗത്തിലാണ് കൈകൊള്ളുന്നത്. സമാനമായ രീതിയിൽ തന്നെ ഇതിന്റെ നടപടികൾ വേഗത്തിൽ തന്നെ നടക്കുമെന്നാണ് കരുതുന്നത്. ശരി, കീർത്തിയാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.